അല്ല, അനുമോളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? അനുമോളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിച്ചോ? ഇല്ല, ഞങ്ങൾക്ക് അനുമോളിന് രക്ഷപ്പെട്ടു തോന്നിയത്. അനുമോൾക്ക് വോട്ട് കുറയും. അല്ല, പിന്നെ അപ്പോഴേക്ക് അനുമോള് അന്ന് കയറി മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. അനുവിന്റെ ഫാൻസ് അടക്കം വരെ അനീഷ് നോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടമാണോ ചോദിച്ചു, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് അനുമോൾക്ക് തിരിച്ചടിയാവുള്ളൂ. അനീഷിനെ ചെറുപ്പത്തിൽ തൊട്ട് കണ്ടു തുടങ്ങിയതാ. പറഞ്ഞത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാന്ന് തോന്നിയോ? എനിക്ക് അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഫീൽ ചെയ്തത്. അനുമോള് ജെന്യുവിനാണെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ നാട്ടില് മഞ്ജു വാര്യർ കഴിഞ്ഞാൽ ഇപ്പൊ അനീഷാണ് താരം. സ്കൂളിൽ ടോപ്പായിരുന്നു അനീഷ്. ആന്റണി എന്ന് പറഞ്ഞ പേര് കേട്ട ആളായിരുന്നു. എങ്ങനെയാന്ന് അവർക്ക് ഇഷ്ടമല്ലാന്നല്ല പറയണത്, അപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. രണ്ടുപേരും മൈൻഡ് ഗെയിം കളിക്കുന്ന, അല്ലാതെ വേറെ പ്രണയമായിട്ട് എനിക്ക് തോന്നിയില്ല. അനീഷിനും അങ്ങനെ പ്രണയം തോന്നാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അവൻ PR വർക്ക് ചെയ്തിട്ടൊന്നുമല്ല, അത് അവനെ ഇഷ്ടപ്പെടുന്ന നല്ല മനസ്സുകൾ അവനെ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഈ ഒരു ലെവലിലെത്തിയത്. പക്ഷെ അനുമോളോട് ഇഷ്ടം പറഞ്ഞത് തിരിച്ചടിയാവോ? അതൊരു വിഷമമായി പറയണ്ടായിരുന്നില്ല. എന്തായാലും അതൊരു പ്രണയമല്ല. പക്ഷെ നല്ല ബുദ്ധിമാനാണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്. സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എന്ത് PR വർക്ക് ചെയ്യാൻ സാധിക്കുക? പിന്നെ കപ്പടിക്ക് ഉറപ്പാ. അനുവിനോടൊരു ഇഷ്ടം ഉള്ളിൽ അത് മറച്ച് മനസ്സിൽ വെക്കാതെ തുറന്നു പറയാനുള്ള കാണിച്ച മനോഭാവത്തിന് നമ്മൾ അവനെ അംഗീകരിക്കാൻ വേണം. പിന്നെ കപ്പടിക്ക് ഉറപ്പാ. 100% ഉറപ്പുണ്ടോ? 100% ഉറപ്പാ. അനുമോള് ഒരു എതിരാളിയല്ലേ? അനുമോൾക്ക് വോട്ട് കുറയും. നിങ്ങൾ നാട്ടുകാരൊക്കെ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? പിന്നെ പൂർണ്ണ സപ്പോർട്ടാ. ആളുടെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടു അവിടെ പോയിട്ട്? ആ ഗെയിം സൂപ്പറല്ല അവൻ്റെ കളി. ഇപ്പൊ അനുമോളോട് ഒരു ഇഷ്ടമൊക്കെ പറഞ്ഞു, അത് തിരിച്ചടിയാവോ? അത് വോട്ട് ആവും. അതിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇഷ്ടമാണോ ചോദിച്ചു, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് കാരണം തിരിച്ചടിയാവില്ല. അനുമോള് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് കുറച്ച് ഡൗൺ ആയ പോലെ തോന്നുന്നുണ്ടോ? അത് കുറച്ച് ഏത് മനുഷ്യനായാലും ഉണ്ടാവില്ലേ, അത്ര തന്നെ. സ്നേഹിക്കുന്ന ഒരാള് നോ എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റില്ല, അഭിപ്രായം മാത്രമല്ല ചോദിച്ചുള്ളൂ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അവൻ വേണ്ടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അനുമോള് ജെനുവിനാണോ? അനീഷിനോട് കൂടുന്ന സൗഹൃദം വോട്ടിന് വേണ്ടിയിട്ടാണോ? അതെന്താ തോന്നിയിട്ടുള്ളത്? അനുമോള് ജെനുവിനാണെന്ന് തോന്നണില്ല. ആളെല്ലാവരോടും അങ്ങനെയല്ലേ, ഇത്രയും സമയം കളിച്ചതിൽ എല്ലാവരോടും ആ ഒരു അടുപ്പം, പിന്നെ പരാതി പറയലും കരച്ചിലും അങ്ങനെയല്ലേ. അത് കാരണം എനിക്ക് തോന്നണത് ശരിയാവുമെന്ന് തോന്നണില്ല. അനീഷ് കപ്പടിക്കും? അനീഷ് പഠിക്കും. ഉറപ്പാണോ? 100%. അനുമോള് എതിരാളിയല്ലേ? ഇല്ല, അനുമോള് ഗെയിമറല്ലേ. അനുമോള് ഗെയിമറല്ലേ. അപ്പൊ ഈ അനീഷ് പ്രണയം പറഞ്ഞത് തിരിച്ചടിയാവോ? ഇല്ല, അത് ആളെന്നെ മാറ്റി ആളുകൾ മനസ്സിലായി റിയലൈസ് ചെയ്തോളൂ. പക്ഷെ അനുമോള് അനീഷിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വോട്ട് സ്പ്ലിറ്റ് ആക്കാനുള്ള പരിപാടിയാണോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, അതിന്റെ ആവശ്യം അനീഷിനില്ല. കപ്പ് കൊണ്ട് വരുമ്പോ സ്വീകരണമൊക്കെ ഒരുക്കുന്നുണ്ടോ? പിന്നല്ലാണ്ട് കിടക്കില്ലേ നമ്മള്. ഈ അനീഷ് ഇവിടെ കാണുന്ന പോലെ തന്നെ അവിടെ ജെന്യൂൻ ആയിട്ടാണോ? ഇതുപോലത്തെ ആള് തന്നെയാണോ? ആൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. പൊതുവെ ആൾക്കാരായിട്ട് മിംഗ്ലിങ് കാര്യങ്ങളും കുറവ് തന്നെയാണ്. ആ ടൈപ്പ് തന്നെയാണ്. ഈ ആദ്യം വന്നിടയ്ക്ക് ഭയങ്കര മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ആളായിരുന്നു, ഇപ്പൊ നല്ല ചിരിയും ഒക്കെ. ആ ഒരു മാറ്റം എങ്ങനെ കാണുന്നു? നല്ല കാര്യം, നല്ല ചേഞ്ചാണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ അനുമോള് നിരസിച്ചത് അനീഷിന്റെ ഗെയിമിനെ ഡൗൺ ആക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലേ, നമ്മൾ ആൾക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു അത്രല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആൾ വിട്ടൂലോ. അല്ല, അനുമോളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഒരു ആർട്ടിസ്റ്റും കൂടി അല്ലേ നിങ്ങളുടെ നാട്, പിന്നെയും പേര് കേൾക്കല്ലേ? അനീഷുണ്ടല്ലോ. അനീഷ് മതിയില്ലേ? പിന്നെ കോടന്നൂരുകാർക്ക് അനീഷ് മതി. അനീഷ് മതി. അനീഷ് കപ്പടിക്കോ? പഠിക്കലോ. നല്ല ഗെയിമറാണോ? അതെ, നല്ല ഗെയിമറാന്ന് പറയാൻ എന്താ കാരണം? കുറച്ച് ഇറിറ്റേഷൻ തോന്നിയിരുന്നു, റിപ്പീറ്റേഷനായിട്ട്. പക്ഷെ കുറച്ച് പോകെ നല്ല ഗെയിമറായിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് അനീഷ് ഇങ്ങനെ ചിരിക്കൊന്നുമില്ലായിരുന്നു, ഭയങ്കര മസിൽ പിടിച്ചു. പക്ഷെ ഇപ്പം നല്ല ചിരിയും തമാശയൊക്കെ അല്ലേ? പിന്നെ ജെന്യുവിനായിട്ട് കളിക്കുന്നത് തോന്നിയിട്ടുണ്ട്. സത്യസന്ധതയും എല്ലാതും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷിന് എതിരാളികൾ ആയിട്ട് ആരെയൊക്കെയാണ് തോന്നിയേക്കണേ? മെയിനായിട്ട് അനുമോൾ തന്നെയാണ്. പിന്നെ ഒരുവിധം കുറേ നാളുകൾ അവനായിട്ടിങ്ങനെ ആളുകൾ പൊരിക്കുന്ന രീതിയാണ് നമ്മൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ബാക്കി എല്ലാവരും ചേർന്ന് അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നിയിരുന്നു അത് നന്നായിട്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരനായിട്ട് നമ്മൾ കൂടുതൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ അനീഷ് അനുമോളോട് പ്രണയം പറഞ്ഞത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണെന്ന് തോന്നിയോ? എനിക്ക് അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ അങ്ങനെ പറഞ്ഞത് തിരിച്ചടിയാവോ? അനുമോക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോവോ? ഇല്ല, അതെല്ലാവർക്കും അറിയാം. അത് അവനങ്ങനെയൊന്നും തോന്നി ഒരു ഇതിന് പറഞ്ഞു എന്നുള്ളൂ. അനുമോള് ഈ അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അനീഷിൻ്റെ അടുത്തേക്ക് ചായുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് കുറേ അവളുടെ ഇങ്ങനെ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറേ അനുമോളുടെ എല്ലാത്തിലും അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അനുമോള് നോന്ന് പറഞ്ഞത് അനീഷിനെ തളർത്തിയോ? ഇല്ല, അവനത് അതേ സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ടുള്ളത് തിരിച്ച്. ഷാനവാസായിട്ടുള്ള സൗഹൃദം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? അതൊക്കെ ഫേക്കായിട്ട് ആദ്യം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു റിയൽ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നുണ്ട്.
ഇനി വൺസ് പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് അനുമോൾ ഒരു ഓക്കെ പറഞ്ഞ് അനീഷിനോട് ഓക്കെ പറഞ്ഞ് അനുമോൾ ഈ നാട്ടിലേക്ക് വരുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഓ നമുക്കത് ഇഷ്ടം തന്നെയല്ല. അതൊക്കെ സന്തോഷമാണല്ലേ? പക്ഷെ കപ്പ് അനീഷിന് മതി. മതി. അനുമോൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയൊന്നുമില്ല കേട്ടോ. പക്ഷെ കളികളിൽ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. കപ്പ് മേടിക്കുന്നതിന് തോന്നുന്നു. ഇത്ര ഉറപ്പെന്താ പറയുന്നതിൽ? അവ എല്ലാവരിലും വെച്ചിട്ട് ഇത്രയും കൂടിയും ജനസമ്മതിയുള്ള ആളാണ് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടം, ഞങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. നാട്ടില് ഉള്ള പോലെ തന്നെ പാവാണോ ബിഗ് ബോസ്? ബിഗ് ബോസിലും ഈ അനുമോളോട് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞത് തിരിച്ചടിയാവോ? ഇല്ല, അത് അനുമോൾക്കിന് തിരിച്ചടിയാവുള്ളൂ. അനീഷ് ഉള്ളിൽ നിന്ന് പറഞ്ഞതായിരിക്കും, അതോ ഗെയിമിന്റെ ഭാഗമായിരിക്കും? ഗെയിമിന്റെ ഭാഗമല്ല, ആളെ സ്വഭാവം അനുസരിച്ച് അത് ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യം. പക്ഷെ അനുമോളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിച്ചോ? ഇല്ല, ഞങ്ങൾക്ക് അനുമോളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് തോന്നിയത്. അനീഷ് ഞങ്ങൾ കളിച്ചു വളർന്ന ആൾക്കാരാണ്. അനീഷിൻ്റെ അനിയൻ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കഴിവുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ഇത്രയും ദിവസം 80 ദിവസത്തോളം അല്ലെങ്കിൽ അത്ര ദിവസത്തോളം ഇതിലെത്തുക, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടു വളർന്ന അനീഷ് തന്നെയാണോ ബിഗ് ബോസിലും? അല്ല, അനീഷ് ഇവിടെ സത്യത്തിൽ അധികം ആളുകളായിട്ട് അങ്ങനെ മിണ്ടാത്തൊരു പാവം പിടിച്ചൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അധികം സംസാരിക്കില്ല, ചോദിച്ചതിന് ഉത്തരം പറയും, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും വളരെ ഡിഫറെൻ്റായി. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ നമുക്ക് ഇത്രയും അധികം കഴിവുകൾ ഉള്ളിൽ വെച്ചിട്ടാണ് ആൾ നമ്മളോട് അങ്ങനെ സംസാരിച്ചിരുന്നത് ചിന്തിച്ചപ്പോൾ വളരെ സന്തോഷം. ഇപ്പോൾ സീസൺ 7 സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്ന ഒരാളാണ് അനീഷ്. അത്രയും സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നല്ല ട്രെയിനിങ്ങിലൂടെ വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നി. കാരണം കളി പഠിച്ചു വന്ന ഒരു നല്ലൊരു കളിക്കാരൻ്റെ ഒരു അവസ്ഥയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും സമയം അതിന് ടൈം എടുത്ത് അത് പഠിച്ച് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ എത്തുക എന്നുള്ളതും കളിച്ച് ഇത്രയും വലിയ ആളുകളുടെ കൂടെ പ്രവർത്തിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അനീഷിനെ പോലെ ഒരു സാധാരണക്കാരന് കഴിയുമെങ്കിൽ ഒരുപാട് ആൾക്ക് അത് കഴിയും എന്നുള്ളൊരു തെളിയിച്ചു കൊടുക്കുകയാണ് അനീഷ് ഇതിലൂടെ ചെയ്തത്. കപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? കപ്പ് കിട്ടും. ഞങ്ങളിവിടെ ബാക്കി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണം, സ്വീകരിക്കാനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ക്ലബ്ബുണ്ട്, ക്ലബിൻ്റെ കെയർ ഓഫിലും ഞങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധങ്ങളൊക്കെ അവിടെ സ്വീകരിക്കാനുള്ള ഒരു വലിയൊരു പ്രകടനത്തോടു കൂടി ഞങ്ങൾ അവനെ സ്വീകരിക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കപ്പ് എടുക്കുന്നുള്ള കാര്യത്തിൽ. കാരണം അതിനുള്ള കഴിവ് അനീഷിനുണ്ട്. അനീഷിന് എതിരാളിയായിട്ട് തോന്നുന്ന, വെല്ലുവിളിയായിട്ട് തോന്നുന്ന ഒരാളാരാ? അല്ല, അനീഷിന് വെല്ലുവിളിയായിട്ട് തോന്നുന്ന ആളുകൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റൻസ് വെച്ചുകൊണ്ട് അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുമ്പ് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനീഷാണ് കപ്പടിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളത്. കാരണം അനീഷിന് പകരം വയ്ക്കാൻ ഇപ്പോൾ അനീഷ് മാത്രമേ ബിഗ് ബോസിലുള്ളൂ. കാരണം ബിഗ് ബോസിൽ പോയ അനീഷിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. പഠിച്ച് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. അവിടെ പുന്നം പിഴക്കില്ല എന്ന് പറയില്ലേ. അപ്പോൾ തീയിൽ കുരുത്തവൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ അവന് സാധാരണക്കാരനായതുകൊണ്ട് ഓരോരുത്തരുടെ പൾസ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് അനീഷിനുണ്ട്. അനീഷ് അത് തെളിയിക്കും, കപ്പടിക്കും, ഇവിടെ കോടന്നൂർ കൊണ്ടുവരും. അത് അനുമോളോടുള്ള പ്രണയം പറഞ്ഞത് ഗെയിമിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അത് അനീഷ് എനിക്ക് തോന്നുന്നത് മനസ്സിൽ തട്ടി പറഞ്ഞൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അനീഷിന് അങ്ങനൊരു ക്യാരക്ടറല്ല. പക്ഷെ അവന് മനസ്സിൽ തട്ടിയിട്ട് അത് പറഞ്ഞ പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അനുവിനോടൊരു ഇഷ്ടം ഉള്ളിൽ അത് മനസ്സിൽ വെക്കാതെ തുറന്ന് പറയാനുള്ള കാണിച്ച മനോഭാവത്തിന് നമ്മൾ അവനെ അംഗീകരിക്കാൻ വേണം. ആ ഒരു കോംബോ, അനീഷ് അനുമോൾ കോംബോ ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫൈനലിലേക്ക് വരുമ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, എനിക്കത് പോസിറ്റീവായിട്ട് തോന്നണേ. കാരണം അനുവിൻ്റെ ഫാൻസ് അടക്കം വരെ അനീഷ് നോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അനീഷാണ് ഇപ്പോൾ താരം. അപ്പോൾ ആ തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ മഞ്ജു വാര്യർ കഴിഞ്ഞാൽ ഇപ്പം അനീഷാണ് താരം. അനീഷ് നമ്മുടെ പയ്യനല്ലേ? ഇവിടെയൊക്കെ വരാറുണ്ടോ? വരുന്നില്ല, അങ്ങനെ വരുന്നില്ല. അവരൊക്കെ ഒരു സൈലന്റ് മേനാ. ഇപ്പോഴൊക്കെ ആള് ഒരു ഉഷാറായിട്ടുള്ള കപ്പ് കൊണ്ടുവരട്ടെ. കാണാറുണ്ടോ ബിഗ് ബോസ്? കാണും. അനീഷിന്റെ ഗെയിമിനെ എങ്ങനെയാ വിലയിരുത്തുന്നത്? കുഴപ്പമില്ല, നല്ല നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പോൾ ആളുടെ പേരെന്ന് പറഞ്ഞു അനുമോള് പോകാനായിട്ട് ഇതായത് എന്തോ ഒരു ദുരുദ്ദേശം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അത് കാരണം വോട്ട് കുറയാൻ സാധ്യത ഉണ്ടോ? കുറയൊന്നുമില്ല. അത്ര വലിയ കപ്പ് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം. നല്ല തന്നെ പറയാറുള്ളൂ. അനീഷ് ജയിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ കാണുന്ന അതേ അനീഷ് തന്നെയാണോ ബിഗ് ബോസിൽ? പാവാണോ? പാവാണ്. പക്ഷെ സീസൺ തുടങ്ങിയപ്പോ ഇത്തിരി മസിലൊക്കെ പിടിച്ചിത്തിരി തന്നെയാണ്. പക്ഷെ സീസൺ തുടങ്ങിയപ്പോ ഇത്തിരി മസിലൊക്കെ പിടിച്ചിങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞ ആളുകൾ കുറച്ച് വെറുപ്പിച്ചു എന്ന് തോന്നിയോ? അങ്ങനെ തോന്നില്ല. ഞങ്ങൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ തോന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ആളുടെ ഗെയിം?
ആള് നല്ല കൈമ തന്നെ കളിക്കുന്നത്. ഫൈനലിലേക്ക് വന്നപ്പോൾ സന്തോഷമായോ? സന്തോഷമായി. കപ്പ് കൊണ്ടുവരുമോ? കൊണ്ടുവരണമെന്ന് ആഗ്രഹം. പക്ഷെ അനുമോൾ എതിരാളിയല്ലേ? പക്ഷെ അനുമോളോട് ഇഷ്ടം പറഞ്ഞത് തിരിച്ചടിയാവോ? അതൊരു വിഷമമായി, പറയണ്ടായിരുന്നില്ല. അതെന്താ ഇപ്പൊ അനീഷ് ഉള്ളിൽ നിന്ന് പുള്ളിയുടെ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞതായിരിക്കുമല്ലോ. പക്ഷെ അനുമോള് നോന്ന് പറഞ്ഞത് പുള്ളിനെ തളർത്തിന്ന് തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല അല്ലേ? അതൊക്കെ ഗെയിമിന്റെ ഭാഗമാവുന്ന തോന്നുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുക. അനുമോള് ഇഷ്ടമുണ്ടോ? ആ കുഴപ്പമില്ല. പക്ഷെ അനീഷിന്റെ അത്ര ഇഷ്ടമല്ലേ. എന്തൊക്കെ പറയാലും നാട്ടിലേക്ക് കപ്പുണ്ടല്ലോ. അനീഷിനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് കണ്ടു തുടങ്ങിയതാ. പിള്ളേരൊക്കെ ഒപ്പം പഠിച്ചിട്ടുള്ളത് അനീഷ്. നല്ല കുട്ടിയാ, നല്ല മനുഷ്യനാണോ? സ്കൂളിൽ ടോപ്പായിരുന്നു. അനീഷ് ആന്റണി എന്ന് പറഞ്ഞ പേര് കേട്ട ആളായിരുന്നു. അതുപോലെ അനുമോളും തിരിച്ചങ്ങനെ ഓക്കെ പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലേക്ക് അനുമോളും വരുന്ന സന്തോഷമാണ്. കുഴപ്പമില്ല. ജയിച്ചു വന്നാൽ സ്വീകരണം ഉണ്ടാവോ? തീർച്ചയായിട്ടും അല്ലെങ്കിലുണ്ട് സ്വീകരണം എന്തായാലും ഉറപ്പാണ്. ജയിക്കുന്നതിൽ എത്രയും ദിവസം നിന്ന് തന്നെ നിങ്ങൾക്ക് അഭിമാനമല്ലേ? ഏറ്റവും നല്ല അഭിമാനം. ഞങ്ങളുടെ നാടിന് ഭയങ്കര ഒരു പേരല്ലേ. അനീഷിന് ഇതിനു മുമ്പ് ഇങ്ങനെ ഈ ഷോയിൽ വന്നതിന് പരിചയമുണ്ടോ? ഉണ്ട്. ആളെങ്ങനെയാ പൊതുവെ പാവാണോ? നല്ല സ്മാർട്ടാണ്, എല്ലാവർക്കും ഒരു സഹായിയാണ്. കപ്പ് കൊണ്ടുവരുമോ നാട്ടിലോട്ട്? കപ്പടിക്കും. അത് എത്ര ഉറപ്പിച്ചറിയാം? ഞങ്ങളുടെ നാട്ടുകാരനല്ലേ. നല്ല ഗെയിമറാണോ? നല്ല ഗെയിമറാണ്. ഫിനാലയിൽ പക്ഷെ എതിരാളികൾ ഉണ്ടല്ലോ. അനുമോളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോണുണ്ട്. അനുമോള് സ്ട്രോങ് ആണല്ലോ. അനുമോള് സ്ട്രോങ് ആയിട്ട് തന്നെ പോണേ. പക്ഷെ ഈ ലാസ്റ്റ് മൊമെന്റിൽ അനുമോളോട് ആ ഒരു പ്രണയം പറഞ്ഞത് തിരിച്ചടിയാവോ? തിരിച്ചടി ആവോന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒരു മനുഷ്യന്റെ വികാരമല്ലേ പ്രണയം. പക്ഷെ പുള്ളി അത് മുഖത്ത് നോക്കി ഓപ്പൺ ആകുമ്പോ അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആളാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ. അങ്ങനെ ആവും തന്നെ വിചാരിക്കുക ഞങ്ങള്. പുള്ളി ഉള്ളിന്ന് ജെനുവിൻ ആയിട്ട് പറഞ്ഞായിരിക്കും. പറഞ്ഞതായിരിക്കും. അങ്ങനെ വന്നാൽ ആ ഒരു അനുമോളെ ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്? സന്തോഷമാണ്. പക്ഷെ ഇതിങ്ങനെ വോട്ടിങ്ങിനെ ബാധിക്കും. അനുമോക്കും കുറച്ചൊക്കെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ ജയിച്ചു വന്ന സ്വീകരണമാണോ? സ്വീകരണം ഉണ്ടാവും. ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരിക്കും. എങ്ങനെയാ ആള് നാട്ടില് പൊതുവെ പാവാണ്? നല്ല പാവാണ്, നല്ല ക്ലിയറും, വേറെ കച്ചറയൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പൊ ബിഗ് ബോസ് കാണുന്ന പോലെ നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ടുള്ള. ശരി, കറക്റ്റ്. അനുമോളുമായിട്ടുള്ള ആ പ്രണയം തുറന്നു പറഞ്ഞത് നെഗറ്റീവ് ആവാൻ സാധ്യത ഉണ്ടോ? എങ്ങനെയാന്ന് അവൾക്ക് ഇഷ്ടമല്ലാന്നല്ല പറയണത്. അപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ അവള് ഇതിന് അനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നല്ല പ്ലെയർ അല്ലേ. കപ്പ് കൊണ്ടുവരുമോ? പിന്നെ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങള് പക്ഷെ എതിരാളികൾ ഉണ്ടല്ലോ തവണ. അനുമോളല്ലേ. അനുമോൾക്ക് കിട്ടോ? കിട്ടില്ലേ? വെല്ലുവിളിയാണോ? അതെ. നിങ്ങളൊക്കെ അപ്പൊ വോട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നും ചെയ്യുന്നുണ്ട്. എന്താ അനീഷിന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? നല്ല ഗെയിമറാന്ന് പറയാൻ എന്താ കാരണം? അത് ഒറിജിനലായിട്ട് നിൽക്കണേ, അത് കാരണം കൊണ്ട്. പക്ഷെ ഈ അനുമോളുമായിട്ടുള്ള പ്രണയം തിരിച്ചടിയോ? അതൊരു മോശമായി അല്ലേ. മോശമായി. അത് വേണ്ടായിരുന്നു അല്ലേ? തന്നെ നിന്ന് കളിച്ചാൽ മതി. അല്ല പിന്നെ അപ്പോഴേക്കും അനുമോള് അന്ന് കയറി. സാരില്ലേ, പ്രണയം എന്നൊക്കെ പറഞ്ഞത് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ. അവൻ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. എന്ത് സംശയം, അഭിമാനമുണ്ട് ഞങ്ങൾക്ക് അവനെ കുറിച്ച് അറിയിക്കുമ്പോൾ. അവൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. വിന്നറാവട്ടെ പ്രാർത്ഥിക്കുന്നു. നന്നായി വരട്ടെ. അനുമോളോട് പ്രണയം പറഞ്ഞ തിരിച്ചടിയാവോ? അതൊക്കെ അവൻ്റെ ട്രാപ്പല്ലേ, രക്ഷപ്പെട്ടു പോരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അനീഷ് എന്ന ഗെയിമർ എങ്ങനെയുണ്ട്? അല്ല, ഞങ്ങളെന്നും എപ്പിസോഡ്സ് കാണാറുണ്ട്. തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഇവിടെ നമ്മുടെ നാട്ടുകാരൻ നിലയ്ക്ക് നമ്മൾ എല്ലാവരും പറഞ്ഞ് പിന്നെ ഷോസൊക്കെ കണ്ടു തുടങ്ങി. അത് കണ്ടു തുടങ്ങിയപ്പോൾ ആൾ നല്ല ടാക്ടിക്കലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും നന്നായി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് ആൾ നമുക്ക് കണ്ടു തുടങ്ങിയ സമയത്ത് അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ പിന്നീട് എല്ലാവരും ഈ ആളെ ടാർഗറ്റ് ചെയ്തിട്ട് ആൾ പറഞ്ഞ എല്ലാത്തിനും എതിരായിട്ട് നിന്ന് ആൾ ശരിക്കും ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാൻ തോന്നി. അനീഷയുടെ നല്ലൊരു മൈൻഡ് ഗെയിമറാണ്, അതറിയാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മൈൻഡ് ഗെയിം അനീഷയുടെ ഗെയിം അനീഷയുടെ നോക്കിയാണ് കളിക്കുന്നത്. അനീഷയുടെ പിന്നെ കുറേ എപ്പിസോഡ് വാച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മൈൻഡ് ഗെയിമറാണ്. കപ്പ് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത്തവണ സീസണിൽ കട്ടയ്ക്ക് നിൽക്കാൻ കുറേ പേരുണ്ട്. ഇപ്പോൾ അനുമോളായാലും ഒരു സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് അനീഷിന് കപ്പ് കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ ആള് കപ്പ് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? വോട്ട് ചെയ്യുന്ന നമ്മുടെ സ്കൂളിലാണ് അനീഷ് പഠിച്ചത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരേ തരക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ 2001 തോന്നുന്നു SLC അവിടെ നിന്ന് എഴുതി ഇറങ്ങിയിട്ടുള്ളത്. രണ്ടുപേരും മൈൻഡ് ഗെയിം കളിക്കുന്ന, അല്ലാതെ വേറെ പ്രണയമായിട്ട് എനിക്ക് തോന്നിയില്ല. അനീഷിന് എന്താ പറയുക, അനുമോളുടെ തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ അനുമോളെ കുറിച്ച് പറഞ്ഞത് എന്താ പറയുക, ബ്യൂട്ടീഷ്യനൊക്കെ ഇത്തിരി കൂടെ അങ്ങനെ പറഞ്ഞു. ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്തായാലും അതൊരു പ്രണയമല്ല. പിന്നെ എന്താ പറയുക,
അല്ല എന്തായാലും അങ്ങനെ പ്രണയമാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ എന്നുള്ള നിലയിൽ സന്തോഷമാണ്. ആ നല്ല അനുമോള് വരാന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നെയാണ്. അതാ അങ്ങനെ തന്നെ നല്ലൊരു ഗെയിമറാണ്. അനീഷിൻ്റെ അനിയനായിട്ട് ഞാൻ നല്ല സുഹൃത്താണ്. ക്രിക്കറ്റ് ആയിട്ട് കളിയായിട്ട് അനീഷിൻ്റെ അനിയനായിട്ട് നല്ല സുഹൃത്താണ്. അനീഷിനെ സത്യത്തിൽ ഇവിടെ നാട്ടുകാർ അധികം അങ്ങനെ ആദ്യമൊന്നും അറിയപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ അറിയില്ല. സ്കൂളിൽ പഠിക്കുന്ന അവൻ്റെ ക്ലാസ്മേറ്റ്സ് മാത്രമാണ് അറിയപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി മാറി. നല്ല വ്യക്തിയാണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എന്തായാലും കപ്പ് അനീഷ് അടിക്കും, 100% ഉറപ്പാണ് ഞങ്ങൾ. പക്ഷേ ഈ സീസണിൽ പ്രത്യേകതയായിട്ട് പറയണതേ ഇത്രയും നാളായിട്ടും അങ്ങോട്ട് വിന്നറിനെ ഉറപ്പിക്കാൻ ഇത്തിരി പാട്. അപ്പോൾ നിങ്ങളൊക്കെ കട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കട്ടയ്ക്ക് ഞങ്ങളുടെ നാട്ടുകാരെ നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ടിങ് ഉണ്ട്, അന്വേഷണമുണ്ട്. ശരിക്കും നാട്ടിലുള്ള ആൾ തന്നെയാണോ ആ ഷോയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നാട്ടിൽ ശരിക്കും അന്വേഷണത്തെ കുറിച്ച് അധികം അറിയില്ല. അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ പാവമാണ്, അങ്ങനെ വലിയ വിഷയക്കാരനൊന്നല്ല എന്നുള്ളത് അറിയുള്ളൂ. പക്ഷേ ഇത്രയ്ക്കും അറിയപ്പെടുന്നത് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അനീഷ് ഇത്ര നല്ല രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അറിയുന്നത്. പുസ്തകമൊക്കെ എഴുതി എന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിയുന്നത്. പക്ഷേ നല്ല ബുദ്ധിമാനാണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്, ഐഡിയപൂർവ്വം തന്നെയാണ് ആൾ കാര്യങ്ങൾ നീക്കുന്നത്. ആളൊരു സാധാ നാട്ടിൻപുറത്തുകാരനാണ്, ഒരു കൃഷിക്കാരനാണ്. അതൊക്കെ സത്യമാണോ? കൃഷിക്കാരനാണോ? അവർക്ക് പാരമ്പര്യമായിട്ട് കൃഷിയാണോ? അതെ, കൃഷിക്കാരനാണ്, പാരമ്പര്യമായിട്ട് കൃഷിക്കാരനാണ്. അല്ലാണ്ട് വേറെ മറ്റുള്ള മേഖലകളൊന്നുമല്ല, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആൾ അറിയപ്പെടുന്നത്. നാട്ടിൽ അങ്ങനെയാണ്, ഒരു കൃഷിക്കാരനാണ്. ഇപ്പോഴാണ് അതിലും വലിയൊരു ആളായി മാറിയത്. ശരി, അങ്ങനെ ഒരു പ്രണയം നല്ലതാണോ ഈ ഗെയിമിന്? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? അത് പ്രണയം എനിക്ക് അവരുടെ രീതിയിൽ ഗെയിമായിട്ട്, അനുമോള് ഗെയിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അനീഷിനും അങ്ങനെ പ്രണയം തോന്നാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ആളെ രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്രണയിച്ച് നടക്കുന്നൊരു വ്യക്തിയൊന്നല്ല ആൾ കറക്റ്റ് കാര്യങ്ങളായിട്ട് പോണതാണ്. പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ അനുമോള് ഞങ്ങളുടെ നാട്ടിൽ വരുന്നതും ഒരു നല്ല കാര്യം തന്നെ. നല്ല സന്തോഷം ഞങ്ങൾക്ക്, നാട്ടുകാരായതുകൊണ്ട് തന്നെയല്ല, ആള് നല്ലൊരു ചെക്കനാണ്. അപ്പോൾ നല്ല ഞങ്ങൾക്കും ഭയങ്കര അഭിമാനം. അത് ഈ നാട്ടിലുള്ള അനീഷ് തന്നെയാണോ ആ ഷോയിൽ പോയിട്ടും അങ്ങനെ തന്നെയാണോ ആള്? അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ ഒച്ചയിൽ സംസാരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു പ്രകൃതമാണോ? അങ്ങനെ ചെറിയ പ്രകൃതിയൊക്കെ നല്ല സൗമ്യമായിട്ടുള്ള പ്രകൃതി എന്താണ് കാണിക്കേണ്ട ആള്. ഈ അനുമോള് അനീഷിൻ്റെ കൂടെ നിന്ന് ആ വോട്ടും കൂടെ മേടിക്കാനുള്ള എന്തെങ്കിലും ടാക്ടിക്സ് ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അനീഷിനെ അങ്ങനെ സ്വന്തം സൈഡിലേക്ക് നിർത്താൻ എന്തെങ്കിലും ടാക്ടിക്സ് ഉപയോഗിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചില നെഗറ്റിവിറ്റികളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചില എന്താ പറയുക വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അനീഷിനെ അങ്ങനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. അത് അനീഷിനെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു PR വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ പരിഹസിച്ച ഒരു സാഹചര്യ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എന്ത് PR വർക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അവൻ സാധാരണക്കാരനാണ്, അവൻ്റെ ഫാമിലി ഒക്കെ എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ അവനെ പോലൊരു വ്യക്തിക്ക് ഇത്രയധികം അച്ചീവ്മെൻറ്റിൽ എത്താൻ പറ്റുകയാണെങ്കിൽ അവൻ PR വർക്ക് ചെയ്തിട്ടൊന്നുമല്ല. അത് അവനെ ഇഷ്ടപ്പെടുന്ന നല്ല മനസ്സുകൾ അവനെ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഈ ഒരു ലെവലിലെത്തിയത്.